വേദിയിലുള്ള ഗായികമാരും ഗായകന്മാരും എല്ലാം, സദസ്സിലുള്ള ബഹുമാന്യരെ, ഇന്ന് കാലത്ത് തുടങ്ങിയത് ഇനിയും ഒരു പരിപാടി ശേഷിക്കുന്നുണ്ട്. ഒരു പരിപാടി ഇപ്പോൾ ഒഴിവാക്കാൻ തോന്നുക, അത് ഫുട്ബോൾ കളിയാണ്. 7:30 മണിക്കാണ് കൊമ്പൻ്റെ കളി. കൊമ്പൻ്റെ കളി കാണാൻ എന്തായാലും പറ്റും തോന്നില്ല. പക്ഷെ ഗാന്ധിജി എൻ്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ച ഒരു പ്രഗത്ഭനായ വ്യക്തിയാണ്. എന്താണ് അങ്ങനെ വന്നത്? ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായ ജീവിക്കുന്ന ആള് ഗാന്ധി എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചേക്കാം. ഗാന്ധി നമ്മുടെ രാജ്യത്ത് 1920 വന്നു. അദ്ദേഹം ആഫ്രിക്കയിൽ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനവും നടത്തുകയും ആഫ്രിക്കയിലെ കറുത്ത മനുഷ്യരെ അവർക്ക് വേണ്ടി പോരാടി അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത ഗാന്ധി ഇന്ത്യ മഹാരാജ്യത്ത് വന്നപ്പോൾ ആദ്യം ചെയ്തത് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ ഒന്ന് ശരിക്കും പഠിക്കുക. അന്ന് ബ്രിട്ടീഷുകാരനാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുമ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത ഒരു വലിയ സാമ്രാജ്യമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിൻ്റെ ഭാഗം നമ്മുടെ നാടും. ഈ തിരുവിതാംകൂറല്ല, ഞാൻ ജനിച്ച മലബാറിനൊരു പേര് കൂടിയുണ്ട്, ബ്രിട്ടീഷ് മലബാർ എന്ന്. അങ്ങനെ വെള്ളക്കാരൻ ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ ഭരണം തുടങ്ങി. രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അവിടേക്ക് കടത്തിക്കൊണ്ടുപോയി. ബ്രിട്ടീഷുകാരൻ സ്വന്തം രാജ്യത്ത് പണികഴിപ്പിച്ച പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളെല്ലാം ഇന്ത്യയുടെ സമ്പത്ത് കൊണ്ട് പണികഴിപ്പിച്ചതാണ്. നമ്മുടെ രാജ്യമാണെങ്കിൽ ലോകത്തിലെ എല്ലാ തരത്തിലുള്ള വില കൂടിയ എല്ലാം ഉള്ള രാജ്യം. ആ രാജ്യത്തിൻ്റെ സമ്പത്താണ് അവൻ കവർന്നെടുത്തത്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഇത്രയും കാലമായപ്പം നമ്മുടെ രാജ്യത്ത് കാര്യമായി അവനെതിരായി ഒരു വലിയ സമരവും നടന്നിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടില്ല. ആ കാലത്താണ് ഗാന്ധി വന്നിട്ട് ഒരു കാര്യം ചെയ്തു. അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും പോയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് പാവപ്പെട്ട മനുഷ്യരാണ്. അവരാണെങ്കിൽ ഉടുക്കാൻ മുണ്ടില്ല, മാറുമറക്കാൻ ബ്ലൗസില്ല, മനുഷ്യനാവശ്യമായി ഒന്നും കിട്ടാതെ പഴയ കാലത്തെ പോലുള്ള മനുഷ്യരാണ് ഈ ജീവിക്കുന്നത്. അതെല്ലാം കണ്ടപ്പം ഞാനൊരു പരിപാടി കേട്ടോ, ഇതെല്ലാം കണ്ടപ്പം ഗാന്ധിക്ക് തോന്നി ഇത് മാറണ്ടേ, നമ്മളെല്ലാം മനുഷ്യരല്ലേ, മനുഷ്യനായി ജനിച്ചാൽ അവന് മാനമായി ജീവിക്കട്ടെ. ആ ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ട ആരാ? ദൈവം സൃഷ്ടിക്കുന്നത് എല്ലാ മനുഷ്യരെയും ഒരുപോലല്ലേ. അവനിവിടെ ജീവിക്കാൻ ഉള്ള അധികാരമില്ലേ? എത്ര പ്രാകൃതമാണ് മനുഷ്യന്റെ രീതി. അതുകൊണ്ട് ഗാന്ധി ഈ പര്യടനം കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളെല്ലാം വലിച്ചെറിയായിരുന്നു. ഗാന്ധി കോട്ടുണ്ട്, സ്യൂട്ടുണ്ട്, ടൈ ഉണ്ട്, നല്ല സോക്സ് ഉണ്ട്, അന്നത്തെ ഏറ്റവും വില കൂടിയ ഷൂ ഉണ്ട്.
എല്ലാം വലിച്ചെറിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിലെ പാവപ്പെട്ടവരെ ഞാൻ കണ്ടു, അവരെ കണ്ണീര് ഞാൻ കണ്ടു, അവരെപ്പോലെ ജീവിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. അന്ന് മുതലാ ഗാന്ധി ഇന്ന് കാണുന്ന ഗാന്ധിയായത്. മലയാള സിനിമയിലെ മമ്മൂട്ടി വരുമ്പോലെ ടിപ്പ് ടോപ്പായി വന്ന ഗാന്ധി പിന്നെ വന്നത് നിങ്ങൾ കാണുന്ന ഗാന്ധിയാണ്. ഗാന്ധി പറഞ്ഞു, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും അവരെല്ലാവരും ഭക്തന്മാരാണ്. ഏതെങ്കിലും ഒരു ദൈവത്തെ അവർ വിശ്വസിക്കുന്നു. മഹാഭൂരിപക്ഷവും ഹൈന്ദവ വിശ്വാസികളുമാണ്. അവർ മിക്കവാറും വീടുകളിൽ ചെന്നപ്പം അവർക്ക് എഴുത്തും വായനയും അറിയേയില്ല. എഴുത്തും വായനയും അറിയാത്ത മനുഷ്യരായില്ല. പക്ഷെ ഒരു കാര്യം അവർക്കറിയാം, രാമനെ കുറിച്ച്. രാമായണം എന്ന് അവർ കേട്ടിട്ടുണ്ട്. രാമായണത്തിലെ രാമനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗാന്ധി പറഞ്ഞു, ഇന്ത്യൻ ജനങ്ങളെ യോജിപ്പിക്കാൻ ഒരു മാർഗമാണ് പ്രധാനം. എന്താ? രാമരാജ്യമായിരിക്കണം. രാമായണം എന്ന് പറയുന്ന കാവ്യം ഇവിടെ ജനിച്ചത് വാൽമീകി രാമായണം എഴുതിയിട്ട് എത്ര വർഷമെന്നറിയാം നിങ്ങൾക്ക്? ത്രേതായുഗത്തിലാണ് ഇത് എഴുതിയത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇത് കലിയുഗമാണെന്നുള്ളത് നമുക്ക് ആർക്കും സംശയമില്ലല്ലോ. കലിയുഗമാണ്. കലിയുഗത്തിൽ നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനാം സൃജാമ്യഹം. നമ്മുടെ നാട്ടിൽ എപ്പം ഇവിടെ ധർമ്മത്തിന് ച്യുതിയേൽക്കുന്നുവോ, ധർമ്മമില്ലാതാവുന്നുവോ, അപ്പം ഞാൻ അവതരിക്കുമെന്നാണ് സാക്ഷാൽ ഭഗവാൻ പറഞ്ഞത്. അപ്പം എല്ലാവർക്കും രാമായണത്തെക്കുറിച്ച് അറിയാം. രാമായണം ഉണ്ടായത് ലക്ഷക്കണക്കിന് വർഷം മുമ്പാണ്. കാരണം മനുഷ്യരാശിയുടെ ജന്മത്തിന് 5 ലക്ഷം വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളല്ല. അത് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരാണ്. അവർ കൃത്യമായി അളവെടുത്ത് പറഞ്ഞതാണ് ആ രാജ്യത്തിലെ മനുഷ്യരെ എങ്ങനെ മാറ്റിയെടുക്കണം. മഹാത്മാഗാന്ധിയുടെ തലയിൽ വന്ന ഏറ്റവും വലിയ ഒരു രാജ്യസ്നേഹത്തിൻ്റെ ഭാഗം അതായിരുന്നു. അങ്ങനെയാണ് ഗാന്ധി ഇന്ത്യൻ ജനങ്ങളുടെ എല്ലാം സ്വന്തമാവുന്നത്. ആ ഗാന്ധിയെ 1948 നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മഹാത്മാഗാന്ധി ഇവിടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാനല്ല, അദ്ദേഹം നവഖാലിയിൽ അദ്ദേഹം പോകുന്നു. എന്താ കാര്യം? അവിടെ ഹിന്ദുക്കളും മുസൽമാന്മാരും തമ്മിൽ കഴുത്തെടുക്കുന്നു. ഗാന്ധി പറഞ്ഞു, അരുത് അരുത് അരുത്, മാൻ ഇഷാദ അരുത് കാട്ടാട. അങ്ങനെ മഹാത്മാഗാന്ധി ഇന്ത്യ ഗവൺമെന്റിനോടൊരു കാര്യം പറഞ്ഞു. നമ്മുടെ രാജ്യം 2ആയി വിഭജിക്കുമ്പോൾ, വിഭജനത്തിന് ഗാന്ധി എതിരായിരുന്നു കേട്ടോ, 2ആയി വിഭജിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവർക്ക് കൊടുക്കാൻ നമ്മൾ വാഗ്ദാനം ചെയ്ത കാശ് കൊടുക്കണം. ആർക്ക്? പാകിസ്ഥാന്. അവരുടെ പുതിയ രാജ്യമാണ്. ആ രാജ്യം നിലനിൽക്കണമെങ്കിൽ അതൊക്കെ വേണം. അതിന് എതിരായിരുന്നു ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം. അവരാണ് സാക്ഷാൽ മഹാത്മാഗാന്ധിയെ രക്തസാക്ഷിയാക്കിയത്. ഇത്രയും കാര്യം ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ പലർക്കും ഗാന്ധിയെക്കുറിച്ച് അറിയില്ല. ഗാന്ധി ആരാണെന്ന് പോലും അറിയില്ല. ഗാന്ധി നമ്മുടെ നാട്ടിൽ ജീവിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല. ഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് പലതരത്തിലാണല്ലോ. ഇപ്പം യു പിയിലും
അതുപോലെ തന്നെ പ്രധാനമാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ. ഈ ഭാഗങ്ങൾക്ക് ഇപ്പം പാഠപുസ്തകങ്ങളിൽ ഗാന്ധിയെ പഠിപ്പിക്കുന്നില്ല. അവർ പഠിപ്പിക്കുന്ന സിലബസ് കമ്മിറ്റി ആലോചിച്ച് തീരുമാനിച്ചത് ഗാന്ധിയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ പഠിപ്പിച്ചാൽ മതി. എന്താ ചോദ്യങ്ങൾ? ഒന്ന്, മഹാത്മാഗാന്ധി ആരായിരുന്നു? അദ്ദേഹം എങ്ങനെ മരിച്ചു? മരിച്ചത് എങ്ങനെയാണെന്നുള്ളതിന് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, പകർച്ചവ്യാധി പിടിപെട്ട് മരിച്ചു. പകർച്ചവ്യാധി പിടിപെട്ട് മരിച്ചു. രണ്ടാമത്തത്, അദ്ദേഹം നമ്മുടെ നാട്ടിൽ സമരത്തിൽ പങ്കെടുത്തപ്പം അടികൊണ്ട് മരിച്ചു. മൂന്നാമത്തെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി എന്നയാള് ഇവിടെ മരിച്ചത് അദ്ദേഹത്തിന് മലമ്പനി പിടിച്ച് വറച്ച് കിടക്കുകയായിരുന്നു. അപ്പം അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ഒരാളവിടെ കൂടിയുണ്ട്, ഒരാൾ മാത്രം. കാരണം പകർച്ചവ്യാധി അതുകൊണ്ട് ആരും അടുത്ത് പോയില്ലല്ലോ. ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി വെച്ച് അദ്ദേഹം മരിച്ചു. ആ ചെറുപ്പക്കാരുടെ പേരാണ് നാഥുറാം വിനായക് ഗോഡ്സെ. എങ്ങനെയുണ്ട്? മലമ്പനി പിടിച്ച് മരിച്ചു. മറ്റൊന്ന്, വെടികൊണ്ട് മരിച്ചു. എങ്ങനെ? അപകടത്തിൽ. മഹാത്മാഗാന്ധി ആരായിരുന്നെന്നും അദ്ദേഹം എന്ത് ചെയ്തെന്നും എങ്ങനെ രാഷ്ട്രപിതാവായി എന്നും നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം നാട്ടിൽ വന്നിരിക്കുന്നു. അതാര്യ ഈ സമൂഹത്തെ അങ്ങനെ വളർത്തിയെടുക്കുന്ന ആരാ? താല്പര്യക്കാരാണ്. എന്താ താല്പര്യം? നമ്മുടെ രാജ്യം ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നാണ്. ഈ രാജ്യത്തിലെ സമ്പത്തും ഈ രാജ്യത്തിൻ്റെ സാമൂഹ്യ ബന്ധവും എല്ലാം സ്വന്തമാക്കാൻ വേണ്ടി ചില ആളുകൾ ചെയ്ത ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇത്. രാഷ്ട്രീയം നമുക്കാവാം. ഇവിടെ ഇരിക്കുന്ന ആളുകളൊന്നും ഏത് രാഷ്ട്രീയം അറിയില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ സത്യത്തിൻ്റെ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണ്ടേ? കൊച്ചു കുട്ടികളോട് നമ്മൾ പറയുമ്പോൾ നേര് പറയണ്ടേ? ഇപ്പം നമ്മുടെ ഇതെല്ലാവരും ഉള്ളതാണ്. ചരിത്രത്തെ വളച്ചൊടുക്കുന്ന എല്ലാവരും ഉള്ളതാണ്. നമ്മുടെ രാജ്യത്ത് 1941 കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം എന്നൊരു പ്രധാനപ്പെട്ട പുസ്തകം ശങ്കരൻ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു പ്രമുഖൻ എഴുതിയിരുന്നു. ആ പുസ്തകം വായിച്ചു നോക്കാൻ നിങ്ങൾക്കറിയാം എന്താ സാംസ്കാരിക ചരിത്രത്തിനകത്തുള്ളത്. നിങ്ങളൊക്കെ പാട്ടുകാരൊക്കെ അല്ലേ? ആ ചരിത്രത്തിനകത്ത് കേരളത്തിൻ്റെ ആധികാരികമായ എല്ലാ കളിയുമുണ്ട്. നമ്മുടെ നാട്ടിൽ മലബാറിൽ പ്രത്യേകിച്ചും ഒരു പ്രധാനപ്പെട്ടത് വടക്കം പാട്ട്. അറ്റം മണം മേലെ ഉണ്ണിയാർച്ച ഇല്ലേ? വടക്കം പാട്ട്. വടക്കം പാട്ടും ചേകവൻ, ആരോമൽ ചേകവൻ നമ്മുടെ നാടാകെ അറിയും. ഇവിടെ വടക്കം പാട്ടുണ്ട്, തുള്ളൽ പാട്ടുണ്ട്, തോറ്റം പാട്ടുണ്ട്, അങ്ങനെ എല്ലാ പാട്ടുകളുമുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു മാപ്പിളപ്പാട്ട്. എന്നാൽ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ മാപ്പിളപ്പാട്ട് അറിയേയില്ല. ആർക്ക്? ശങ്കരൻ നമ്പ്യാർ. മറന്നുപോയെന്നാണോ? അല്ല. ചിലത് ബോധപൂർവം മാറ്റിവെക്കുന്ന മറന്നുപോയതുകൊണ്ടല്ല, തെറ്റിദ്ധരിപ്പിക്കാൻ. അങ്ങനെ നമ്മുടെ നാട്ടിൽ മഹാത്മാഗാന്ധി എന്ന മഹാൻ രാജ്യത്തിന് വേണ്ടി പോരാടിയത് ബ്രിട്ടീഷുകാരനെതിരായിട്ടാണ്. ബ്രിട്ടീഷുകാരൻ ബോംബും തോക്കും എല്ലാം കയ്യിലുള്ള ബ്രിട്ടീഷുകാരനോട് ഒരൊറ്റ ആയുധവുമായി പോരാടിയതാണ്. ആയുധം ലോകത്തെ ഞെട്ടിച്ചു. അതിൻ്റെ പേരാണ് ഉപ്പ്. ഉപ്പ് എന്ന ഒരു സമരായുധം ലോക ചരിത്രത്തിൽ ആദ്യമായി സ്വാതന്ത്ര്യ സമരത്തിൽ അവതരിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. മാത്രമല്ല, രണ്ടാമത്തെ എന്താ? സഹന സമരം. ഞാൻ ചായക്കടയിൽ പോയാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ മസാല ദോശ കഴിക്കാറില്ല. ഞാൻ കഴിക്കൂല മസാല ദോശ. ഇതാ ഒരു ചായക്കടക്കാരി ഇവിടെ ഇരിക്കുക. അവരെടുത്ത് പിന്നെ മസാല ദോശ കിട്ടില്ല. അവരെടുത്ത് നല്ല മട്ടനും പൊറോട്ടയും പുട്ടും കിട്ടും. നല്ല പുട്ട് കിട്ടും അവിടെ. അത് ബുഹാരി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഫേമസ് അല്ലേ. അപ്പം
എന്നാൽ ഗാന്ധി മസാല ദോശയെക്കുറിച്ച് ഗാന്ധി പറഞ്ഞൊരു കാര്യം അറിയാം. മസാല ദോശ ഒഴിവാക്കണമെന്ന്. എന്തിനാണ് ഒഴിവാക്കുന്നത്? മസാല ദോശ കഴിച്ചാൽ അതിന് രുചി കൊണ്ട് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല, അപകടകരമായ സൂചനയാണ്. നിങ്ങൾക്കൊരു പ്രത്യേക ആസക്തി വളർന്നു വരുമെന്നാണ് ഗാന്ധി പറഞ്ഞത്. ഗാന്ധിയെക്കുറിച്ച് ഞാൻ ഒരുപാട് മറ്റു കാര്യങ്ങളൊക്കെ കടന്നു പോകില്ല. കാരണം പാട്ടിൻ്റെ ഇടയ്ക്ക് ഗാന്ധിയെക്കുറിച്ച് പറയാൻ നമുക്ക് പിന്നെയും ഒരുപാട് സമയമുണ്ട് ഗാന്ധിയെക്കുറിച്ച് പറയാം. ഗാന്ധി ഇന്ത്യയിലെ പൊതുപ്രവർത്തകർക്ക് ഒരു പ്രധാനപ്പെട്ട ചട്ടങ്ങൾ ഉണ്ടാക്കി. ആ ചട്ടമാണ് നമ്മൾ പറയുന്നത് ഗാന്ധിയൻ ജീവിത രീതി എന്ന് പറയുന്നത്. ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? പലരും ധാരണ ഇപ്പൊ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തിൽ വരുന്നത് എങ്ങനെയാണെന്നറിയാം. ചെറുപ്പക്കാർക്കൊക്കെ ഇപ്പോൾ ഒരു മനസ്സിൽ രാഷ്ട്രീയത്തിൽ പോയ തിരക്കുള്ള എളുപ്പത്തിൽ പ്രശസ്തനാവാം. നമ്മൾ ഒരുപാട് പഠിച്ച് എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിൽ വന്ന് നാട്ടിൽ അറിയപ്പെടുന്നതിനേക്കാളും ഭേദമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയാവുന്നതാണ്. എനിക്ക് തിരുവനന്തപുരത്താറുണ്ടായിരുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയാം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിൽ വെച്ച് ഒരു ദിവസം ഒരു ബോംബ് എന്ന പേരിൽ ഒരു പടക്കം എറിഞ്ഞു. എവിടെ എറിഞ്ഞത്? പോലീസ് വാനിന് നേരെ. ആ എറിഞ്ഞതും എറിയുന്നവരും എല്ലാം കൃത്യമായി അന്ന് ആ സമയം തന്നെ എല്ലാ ടി വിയിലും കാണിച്ചു. അവൻ അന്ന് മുതൽ ഒരു ധീരനായ പോരാളിയും വിപ്ലവകാരിയായ നേതാവുമായി. ഈ ഒരു പടക്കം എറിഞ്ഞതാണ്. അപ്പൊ ഞാൻ അപ്പോൾ ആലോചിച്ചു, ഈ സമയത്ത് കൊണ്ടുപോയി അതിന് മുമ്പ് പടക്കം എറിയണമെങ്കിൽ പോലീസ് പേര് ഇതുവഴി ഈ സമയത്ത് വരുമെന്നും ആ വരുമ്പം കിട്ടുന്നു. മാത്രമല്ല അങ്ങനെ വരുമ്പം പിടിക്കാൻ നമ്മളെ കേവലക്കാരവിടെ കാത്തു നിൽക്കുന്നൊക്കെ അവിടെ അതിനുള്ളൊരു സമരവേദിയില്ലല്ലോ. അപ്പൊ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സമരമാണ്. അപ്പം ഓരോ വിദ്വാൻമാരും വലിയ ആളാവാൻ വേണ്ടി ആദ്യമായി സ്വന്തം പണം ചെലവഴിച്ച് എന്നിട്ട് വലിയ ആളായി പിന്നെ പത്രത്തിലും ടി വിയിലുമെല്ലാം പടവും പേരെല്ലാം വന്നാൽ പിന്നെ പ്രശസ്തരാകുമല്ലോ. അതൊന്ന്. മറ്റൊന്ന്, ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നല്ല ജോലിയാണ്. എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഇതായി ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത നമ്മുടെ പ്രസ് ക്ലബിന്റെ തൊട്ടടുത്തുള്ള ജോയിന്റ് കൗൺസിൽ ഓഫീസിൽ ഒരു ദിവസം രാവിലെ എന്നെ കാണാൻ ഒരാൾ വരുന്നു. ആ വന്നയാളെന്ന് പറഞ്ഞാൽ മോശക്കാരനല്ല, നല്ല ലോഹിയിട്ട ആളാണ് എന്ന് പറഞ്ഞാൽ അച്ഛനാ വന്നിരിക്കുന്നത്. ഒരു പള്ളിയിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അദ്ദേഹത്തോട് വലിയ ബഹുമാനമില്ലേ. നമ്മളിവിടെ സ്ഥിരമായി വരുന്നൊരു അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ ഇന്ന് വന്നില്ല, അച്ഛനല്ല ബിഷപ്പാണ്. അപ്പൊ ഈ അച്ഛൻ വന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു, ഒരു ശുപാർശ. പൊതുപ്രവർത്തകരോട് ശുപാർശ ഒന്നും തെറ്റൊന്നുമില്ല പറഞ്ഞ് ഞാൻ അപ്പോൾ തന്നെ ബന്ധപ്പെട്ട മന്ത്രിയെ വിളിച്ച് പറഞ്ഞ് അച്ഛനാണ് അങ്ങോട്ട് ഞാൻ അയക്കുന്നുണ്ട്, അത് പ്രത്യേകം പരിഗണിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഇയാളെ അയച്ചു പറഞ്ഞു. ഈ അച്ഛൻ ഇരുന്ന് സംസാരിച്ച് അവിടുന്ന് പോയതിന് ശേഷം അച്ഛൻ ഇരുന്ന സീറ്റിൽ ഒരു പൊതി, ഒരു വലിയ പൊതി സാമാന്യം ഭേദപ്പെട്ട പൊതി. അപ്പൊ ഞാൻ ധരിച്ച് എവിടെയാ ഈ പൊതി, എങ്ങനെയാ പൊതി വന്നത്? എൻ്റെ മുറിയിൽ എവിടെ സാധനം വെക്കുന്ന എനിക്കറിയാമല്ലോ. ഞാൻ കസേരയിൽ ഒരു സാധനം വെക്കാറില്ല, എങ്ങനെ പൊതി വന്ന്? അപ്പൊ എനിക്കൊരു ഡൗട്ട്, അച്ഛൻ വെച്ച് മറന്നു പോയതായിരിക്കും. ഞാൻ അച്ഛനെ ഇവിടെ തന്നെ വിളിച്ച് അച്ഛൻ കുറച്ചിപ്പുറം നടന്നു പോയത്. ഞാൻ പറഞ്ഞു, അച്ഛോ ഒന്ന് പാ. ഞാൻ അച്ഛോ ഇത് ആരതാ പൊതി? അയ്യോ ഞാൻ കൊണ്ടുവന്നല്ലേ. ഞാൻ കൊണ്ടുവന്നതാണ്. എന്തിനച്ചോ പിന്നെ ഇവിടെ വെച്ചിട്ട് പോയത്? അല്ല, ഞാൻ സാറിന് ഇടയ്ക്കിടയ്ക്ക് കുറിക്കാൻ വേണ്ടി അണ്ടിപ്പരിപ്പ് കൊണ്ടതാണ്, 1 കിലോ അണ്ടിപ്പരിപ്പ്. അപ്പൊ എനിക്ക് വല്ലാതെ വിഷമായി. ഞാൻ പറഞ്ഞു, എങ്കിലും അച്ഛൻ എന്നോട് പറയണ്ടേ ഇങ്ങനെ ഒരു അണ്ടിപ്പരിപ്പ് വെച്ചിരുന്നു? അച്ഛനത് പറഞ്ഞില്ലല്ലോ. അല്ല, നമ്മൾ പിന്നെ സാറിനല്ലേ, പിന്നെ എന്താ പറയേണ്ട കാര്യം? ഞാൻ പറഞ്ഞു, അത് ശരിയില്ല അച്ഛൻ. സാധാരണഗതിയിൽ അതിന് പറയാവുന്നൊരു വാക്കുണ്ട്, അത് ചതിയാണ്. എന്നോട് പറയാതെ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പോയി
അതൊരു ചതിയാ ചെയ്യാൻ പാടില്ല കേട്ടോ. അച്ഛനായതുകൊണ്ട് ഞാൻ ചതി എന്നുള്ള വാക്ക് പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പൊതുപ്രവർത്തകരെ പറ്റി നാട്ടിൽ ഇപ്പോൾ ഒരു പൊതുധാരണയുണ്ട്, അവരെല്ലാം കള്ളന്മാരാണ്. അവരൊക്കെ പണമുണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. മഹാത്മാഗാന്ധി ജീവിതം തന്നെ മാറ്റിവെച്ച് എല്ലാം നാട്ടിനു വേണ്ടി ത്യജിച്ച് അവസാനം വെടിയുണ്ട ശരീരത്തിൽ ഏറ്റ് മരണത്തിൻ്റെ മുമ്പിലെത്തുമ്പോഴും റാം റാം എന്ന് വിളിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ജീവൻ പോയി. മഹാത്മാഗാന്ധി റാം റാം എന്ന് വിളിച്ച് ജീവൻ പോകുമ്പോൾ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലാൻ വന്നവരും വിളിച്ചത് റാം 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 എന്ന്. ഏത് റാമിനെ നമ്മൾ വിശ്വസിക്കണം? വെടിവെച്ച റാമിനെ വിശ്വസിക്കണോ, അല്ല വെടികൊണ്ട റാമിനെ വിശ്വസിക്കണോ? അതാ ഒരു കേസ്. നിങ്ങൾ നോക്കണേ, നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ പാരമ്പര്യമില്ലേ? ആ പാരമ്പര്യത്തിലെ നമ്മളെ നാട്, നമ്മൾ ഹിന്ദുവെന്നും മുസൽമാനെന്നും വലിയ വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. നമ്മളെല്ലാവരും ഓരോ മതത്തിൽ വരുന്ന എങ്ങനെയാണ്? നമ്മൾ ഏത് കുടുംബത്തിൽ എങ്ങനെ പിറന്നു വീണ് ആ കുടുംബത്തിൻ്റെ മതമേതാമതത്തിൽ നമ്മൾ പോകുന്നു. മതത്തെക്കുറിച്ച് പഠിച്ചാണോ? ഇല്ല. മതത്തിൻ്റെ എല്ലാ ആശയങ്ങളും നമുക്കറിയോ? ഇല്ല. ഇതറിയില്ലെങ്കിലോ നമ്മളതിൻ്റെ കൂടിയാണ്. കാരണം എന്താ? നമ്മളെ വീട്ടിൽ അതാ മതത്തിൻ്റെ കൂടെ പോയി. അങ്ങനെയല്ലേ? നമ്മളെ ആരെങ്കിലും മതം അടിച്ചേൽപ്പിക്കാനില്ലല്ലോ. എൻ്റെ നാട്ടിൽ അവിടെയാണല്ലോ, നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അപ്പത്തരങ്ങളെല്ലാം കൂമ്പാരമായി അമ്മായി ചുട്ടുവെച്ച് മരുമോനായി. അത് നമ്മുടെ നാട്ടിൻ്റെ പാട്ടാണ്. ആ പാട്ട് മാത്രമല്ല, ആ നാടും അങ്ങനെയായിരുന്നു. നിങ്ങൾ കണ്ണൂരിലൊരു കല്യാണത്തിന് വന്നാൽ, ഇവിടെ കല്യാണമൊക്കെ ഞാൻ ഒരുപാട് കൂടിയിട്ടുണ്ട്, പക്ഷെ അവിടെ കല്യാണത്തിന് വന്നാൽ അൽസയും അതിൻ്റെ കൂടെ പഞ്ചസാരയും ചേർത്ത് കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന അനുഭൂതി എന്താ? അതിൻ്റെ കൂടെ പ്രധാനമാണ് അവിടെ നല്ല അപ്പങ്ങൾ ഉണ്ടാവും. എന്ത്? മുട്ടമാല, മണ്ട, നമ്മൾ കേൾക്കാതെ പേരുള്ള പല പലഹാരങ്ങളുണ്ടാവും. ഈ പലഹാരങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്ന? ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ സഹോദരിമാർ വീട്ടിലെ പണി കഴിഞ്ഞ്, ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യമില്ല, ഇവർക്ക് ജോലിയില്ലല്ലോ, കഴിഞ്ഞ് അവർ തമ്മിൽ ഇരിക്കുമ്പോൾ പറയും, ആയിഷ എടോ നീ ആ മാവ് കുറച്ചെടുത്ത്, നീ അതിൻ്റെ കൂടെ കുറച്ച് മുന്തിരി എടുത്ത് വെക്ക്. അവർ സ്വന്തം തീരുമാനിച്ചുണ്ടാക്കിയ പലഹാരങ്ങളായത്. സ്വയം രുചിച്ചു നോക്കും, വന്നിട്ട് പലഹാരം കൊണ്ടുവരും. അത്ര പാരമ്പര്യമുള്ള ഒരു നാടാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക കാര്യം കൂടി എൻ്റെ കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പിന്നെ ദീർഘിക്കാതെ നിൽക്കാം. എൻ്റെ നാട്ടിൽ 16-ാം നൂറ്റാണ്ടിൽ അവിടെ ഏറ്റവും വിചിത്രമായൊരു കല്യാണം നടന്നു. ആ കല്യാണം വളരെ വിചിത്രമായിരുന്നു. അറക്കൽ രാജവംശം, അവിടെ അറക്കൽ രാജവംശമാണ് അന്നുണ്ടായിരുന്നത്. പിന്നീട് അറക്കലും ചിറക്കലും രാജവംശമായി. അറക്കൽ രാജവംശം എന്ന് പറഞ്ഞാൽ കോലത്ത് തറവാട്ടിൻ്റെ സാമൂതിരിയുടെ പരമ്പരയിൽപ്പെട്ട രാജവംശം. ആ രാജവംശത്തിൽ ഒരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. അത് രാജാവിനൊരു പെണ്ണുണ്ടായിരുന്നു. പെണ്ണെന്ന് പറഞ്ഞാൽ, സുന്ദരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുനിതനെ പോലെയോ, ഇത് സുന്ദരി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും തോന്നുന്നില്ല സൗന്ദര്യം. ഇപ്പൊ ഇവരെ പോലെയോ പ്രായമായ സൗന്ദര്യം പോയില്ലല്ലോ. ഇതാ നമ്മളെ പുതിയ ആർട്ടിസ്റ്റോ ആരാന്ന് പറയില്ല. വലിയ സൗന്ദര്യം എന്ന് പറയുന്നതിൻ്റെ അളവ് പോലെ എങ്ങനെയാണ്? അത് നമ്മൾക്ക് തോന്നുന്നതാണ്. നമ്മളാണല്ലോ അത് ലോകപ്രസിദ്ധരായ മഹാന്മാർ പറഞ്ഞത്, സൗന്ദര്യത്തെ തീരുമാനിക്കുന്നത് അവനവൻ്റെ മനസ്സാണ് തീരുമാനിക്കുന്നത്. അതെന്തോ ഇരിക്കട്ടെ, ഈ പെൺകുട്ടി കുളിക്കാൻ പോയി. അവർ ഉച്ചയ്ക്ക് ശേഷം കുളിക്കുക. ഉച്ചയ്ക്ക് ശേഷം ചിറക്കൽ കുളത്തിലാണ് കുളിക്കാൻ പോയി. വലിയ കുളമാണ്, ഇന്നത്തെ പോലെ പടവൊന്നും കെട്ടിയ കുളമല്ല. അവിടെ കുളിക്കുമ്പോൾ ഇവളെ കാൽ വെഴുതിപ്പോയി, ഇവള് വെള്ളത്തിൽ മുങ്ങിപ്പോയി. മുങ്ങിയ ഈ പെൺകുട്ടിയെ ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരത് കണ്ടിട്ട് ചാടി രക്ഷപ്പെടുത്തി അവള് കുറച്ച് വെള്ളം കുടിച്ചിരുന്നു. അതെല്ലാം നേരെയാക്കി ഫസ്റ്റ് എയ്ഡെല്ലാം കഴിഞ്ഞ് ഇവിടെ എല്ലാം ആശ്വാസമായപ്പം ഇവള് പറഞ്ഞ്, നിന്റെ പേരെന്താ എന്ന് ചോദിച്ചു. അവരെ മമ്മാലി. അപ്പൊ നീ മാപ്പിളയല്ലേ? മാപ്പിളയാ നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലേ? ശരി,
ഒരു കാര്യം ചെയ്യാം, എന്തായാലും എന്നെ ഇനി വീട്ടിൽ കയറ്റില്ല. കാരണം ഒരു മാപ്പിളേനെ തൊട്ട് കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ കയറ്റില്ല. ഞാൻ നിന്റെ കൂടെ വരാം, നമുക്ക് രണ്ടാക്കും പോയി താമസിക്കാം. പക്ഷെ അതിനു മുമ്പ് എൻ്റെ അച്ഛനോട് ഞാൻ അനുവാദം ചോദിക്കട്ടെ. അന്നത്തെ പ്രമാണിയായ തമ്പുരാന്റെ മുമ്പിലേക്ക് പെൺകുട്ടി പോയിട്ട്, അതായത് ഏറ്റവും വാത്സല്യമുള്ള കുട്ടിയാണ് ഈ പെണ്ണ്, പോയിട്ട് തമ്പുരാനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇനി അങ്ങോട്ടില്ല. അതാ ഞാൻ കുളിക്കാൻ വേണ്ടി പോയപ്പോൾ മുങ്ങിപ്പോയി, ഞാൻ ചത്തുപോവായിരുന്നു. ഇവനാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഇവൻ്റെ പേര് മമ്മാരി, ഇവൻ മാപ്പിളയാണ്. അപ്പം എനിക്ക് അവനെ തൊട്ടുകൊണ്ട് എനിക്ക് വീട്ടിൽ കയറിക്കൂടാ. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഞാൻ ഓൻ്റെ കൂടെ പോവാം, ആ അച്ഛനോട് പറഞ്ഞിട്ട് പോവാനാ. അങ്ങനെ നമ്പൂതിരില്ല. ഇയാൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ പോകുന്നത്? നിന്നെ മാനമായി ഞാൻ കല്യാണം കഴിച്ചയച്ചാലോ? അങ്ങനെ മാനമായി കല്യാണം കഴിച്ച് അയക്കുമ്പം അന്ന് കൊടുത്ത സ്ത്രീധനമാണ് ഇന്ന് കാണുന്ന അറക്കൽ രാജവംശം. കണ്ണൂരിൽ വരുന്ന കൂട്ടർക്കറിയാം, കണ്ണൂർ കോട്ട മുതലുള്ള വിശാലമായ കണ്ണൂർ സിറ്റി ചൊവ്വക്ക് സമയം വരെയുള്ള വിശാലമായ ഭൂമി അന്ന് കൊടുത്ത ഭൂമിയാണ്. അങ്ങനെ അറക്കലും ചിറക്കലും വന്ന് ആ അറക്കൽ ബീവി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മളെ ചെറുപ്പകാലത്ത് ഒരു വലിയ ചൊല്ലുണ്ട്, അറക്കൽ ബീവി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണാണ്. അറക്കൽ ബീവിയെ കെട്ടാൻ വരുത്തൊരു മോഹം. അവൻ പറയും, ഞാനെല്ലാം ശരിയാക്കിയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എല്ലാവരും സമ്മതിച്ചു, ഇനി ബീവിന്റെ മനസ്സമ്മതം വേണം അതിന് കാത്തിരിക്കുക. അതൊക്കെ പഴയ കഥകൾ. ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യ സ്നേഹമാണ് ഏറ്റവും പ്രധാനം. ആ മനുഷ്യ സ്നേഹത്തിന്റെ മന്ത്രമാണ് നമ്മുടെ ജീവിതം. നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും എവിടെയെങ്കിലും വൈതരണിപ്പെട്ടാൽ നമ്മളെ സഹായിക്കുന്ന ആരാ? നമുക്ക് പരിചയമുള്ള ആളുകളാണോ? ഒന്നുമില്ല, ഒരിക്കലുമല്ല. ഞാൻ തന്നെ ഇപ്പം ഡൽഹിയിൽ കേരള ഹൗസിൽ ബാത്റൂമിൽ വീണിട്ട് ഞാൻ ചാവണ്ടായിരുന്നു. ബാത്റൂമിൽ വീണിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, കാരണം ഇടുപ്പിൽ പൊട്ടി. ഞാൻ നിസ്സാരമായി കരുതിയ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവസാനം നിലത്തോട്ട് ഇഴഞ്ഞ് ഇത്രയും ദൂരം ഇഴഞ്ഞു പോയിട്ട് ആ വാതിൽ തുറന്ന് എനിക്കിപ്പോൾ അറിയില്ല, ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞു. അന്ന് തുറന്നില്ലെങ്കിലോ ഞാൻ അതോടെ അവിടേക്ക് പോകും, ഇവിടേക്ക് പരലോകത്ത്. അപ്പൊ ഈ മീറ്റിംഗ് ഒക്കെ ചിലപ്പോൾ അവിടുന്ന് കാണുമെന്ന് വെച്ച് ഞാൻ ഇപ്പൊ പുതിയ സംവിധാനം അനുസരിച്ച്. അന്ന് എന്നെ എൻ്റെ കുടുംബമൊന്നും ആരുമില്ലല്ലോ. എന്നെ ആശുപത്രിയിൽ വെച്ച് എല്ലാം ശുശ്രൂഷിച്ചത് കേരള ഹൗസിലെ ജീവനക്കാരാ, സാധാരണ തൊഴിലാളികൾ. അവർക്ക് രാഷ്ട്രീയമില്ല, എൻ്റെ രാഷ്ട്രീയമില്ല. എന്തുകൊണ്ടത്? നമ്മളെല്ലാം സ്നേഹത്തോടെ പെരുമാറുന്ന പഴയ കവിയിൽ അക്കിത്തം പറഞ്ഞിട്ടുണ്ട്, കണ്ടാൽ പരസ്പരം മണ്ടാതെ പോകുന്നത് കൊണ്ടെന്ത് കാര്യലാകും, കാണുമ്പോൾ ഒന്ന് ചിരിച്ചാൽ മനസ്സിന് ക്ഷീണം മാറി പോകും. ഒന്ന് ചിരിക്കാൻ നമുക്കെന്താ നഷ്ടം വരാൻ പോകുന്നത്? ഒരാളെ കണ്ടാൽ ചിരിച്ചാൽ എന്താ നഷ്ടം? ചിരിയല്ലേ വളരെ പ്രധാനം. ആ ചിരി എന്ന മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമല്ല, ആയുധമെന്ന് ഇപ്പൊ നമുക്ക് പറയാം. ആ ചിരി നഷ്ടപ്പെട്ട മനുഷ്യരെ പിന്നെ മനുഷ്യരായി കണക്കൂട്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് നന്മയുടെ വഴിയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നത്. ഇപ്പൊ ഞാനിവിടെ പറയും, പാട്ടുകാരൊക്കെ നിൽക്കല്ലേ, നമ്മുടെ കേരളത്തെ ഇത്ര മാറ്റിയെടുക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഈ തെങ്ങിന്റെ മുകളിലെ കോളാണ്. അതിനൊരു പേര് പറയുക, പഴയ കാലത്ത് തെങ്ങുമ്മ കെട്ടി എന്നും പറയും കോളാമ്പി. ഈ കോളാമ്പിയുള്ള പാട്ടാ. എന്താ പാട്ട്? കായലരികത്ത് വലിയെറിഞ്ഞപ്പം വളകിലൊക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു ഞറുക്കിന് ചേർക്കണേ നിരക്കുയിൽ. അതുപോലുള്ള പാട്ട് കേൾക്കുമ്പോൾ പാട്ടിനകത്തെല്ലാം തന്നെ ഒരു സന്ദേശമുണ്ട്. എഴുത്തുകാർ നമ്മുടെ മുമ്പിൽ എഴുതി അവതരിപ്പിച്ച് നമ്മളെ ഗായകന്മാർ പാടി അവർക്ക് താളവും മേളവും ഒക്കെ കൊടുത്ത് അവതരിപ്പിക്കുമ്പോൾ അതിനകത്തൊരു വലിയ സന്ദേശമില്ലേ? ആ സന്ദേശമാണ് നമ്മളെല്ലാം ഇങ്ങനെയാക്കുന്നത്. ഞാൻ ഒരുപാട് പറയുന്നില്ല, വേറൊരു സമയത്താവാം. മഹാത്മാഗാന്ധിയുടെ ഓർമ്മ നമ്മുടെ മനസ്സിനകത്ത് സൂക്ഷിച്ചുകൊണ്ട് ഗാന്ധിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ നടത്തുന്ന ഗാന്ധിജയന്തി ദിനാചരണവും ഗാനാലാപന കൂട്ടായ്മയും. സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവരെടുത്തെത്തും.
എന്താ കാരണം എന്നറിയില്ല. ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക ലോകത്താണ് നമ്മൾ എത്തുന്നത്. മറ്റെല്ലാം മറക്കും. ഇവിടെ എത്തിയാൽ പാട്ട് തന്നെയായിരിക്കും. ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ബാക്കിയെല്ലാം മറക്കും. അങ്ങനെ മറക്കാനുള്ളൊരു സ്ഥിതി ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഈ ഗാനാലാപനം എന്ന് ഞാൻ പറയാം. ഇന്നാണ് നമ്മുടെ ഈ റസില സുധീർ അല്ലേ, റസില സുധീറിനാണ് ഞാൻ പരിചയപ്പെടുന്ന എന്നാണ്. പരിചയപ്പെടുന്നവർ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. അവരിപ്പോൾ ഇവിടെ വന്നിരിക്കുക. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ പിന്നെ സ്വാഗതം പറഞ്ഞില്ലേ, സ്വാഗതം പറഞ്ഞ ബുഹാരി, സുബിത ബുഹാരി. ഈ ബുഹാരി എന്ന് പറയുന്നത് ഞാൻ അത്ഭുതം ആയി. നമ്മൾ തുടങ്ങുമ്പോൾ ഉള്ള ബുഹാരിയല്ല ഇപ്പോഴത്തെ ബുഹാരി. അന്ന് തുടങ്ങുമ്പോഴുള്ള പോലെ ഇപ്പം ഞാൻ അവരെ സംസാരിച്ച് 5 മിനിറ്റ് വരെ അവരോട് സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട് നല്ല കഴിവുള്ള ഒരു പ്രാസംഗിയാണ്, നല്ല പാട്ടുകാരിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നമ്മുടെ പിന്നെ മാപ്പിളപ്പാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഉമ്പായിൻ്റെ പാട്ട് എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. എനിക്ക് ഒരിക്കൽ നീ പറഞ്ഞു പ്രണയം ദീപിച്ചു. എത്ര മനോഹരമായ വരികളാണ്. അത് നന്നായി പാടുന്ന എന്നോട് പറഞ്ഞിരിക്കുക. അങ്ങനെ ഒരുപാട് കഴിവുള്ള കലാകാരന്മാരും കലാകാരികളുമെല്ലാം ഒരുമിച്ച് സംഗമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഇവിടെ. ആ പരിപാടി ഏറെ സന്തോഷത്തോടെ ഇവർ പങ്കെടുക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായി ഇതിനെ മാറ്റാൻ അവർ പരിശ്രമിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കണം. ദേശീയ മലയാള വേദിക്ക് ഇനിയും നമുക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ഈ മേഡത്തിന് നല്ലൊരു കൈയടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക. ഒരുപാട് പുരസ്കാരങ്ങൾ ഇനി മാറിക്കൊട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി വളർന്നു വരുന്ന ഒരു കൊച്ചു ഗായകനാണ് സാവൻ കർമ്മ നൽകുന്നത്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇഫക്ട് ന്യൂസ്. ബൈ ബൈ.